കുടിയേറ്റ ഗ്രാമമായ പുല്ലരിയിൽ മുളപൊട്ടുന്ന പ്രണയവും തുടർ സംഭവങ്ങളും ആധാരമായ പ്രണയനോവൽ നാം വെടുക്കുന്ന പ്രണയം 4-ാം ഭാഗത്തിൻ്റെ ഓഡിയോ ആവിഷ്കാരം. രചനയും അവതരണവും ഇമ്മാനുവൽ. അപ്പച്ചന് ലൈസൻസ് ഉള്ള തിരത്തോക്കുണ്ട്. പുല്ലരിയിൽ വന്ന കാലത്ത് കാട്ടുമൃഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കറി വയ്ക്കാൻ സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു വഴിയാണ് നായാട്ട്. അതിനായി ആദ്യകാലത്തുണ്ടായിരുന്നത് ലൈസൻസ് ഇല്ലാത്ത തോക്കായിരുന്നു. എന്നാൽ കള്ളത്തോക്ക് വീട്ടിൽ സൂക്ഷിക്കുന്നത് നിയമപരമായി പ്രശ്നമാണെന്നറിഞ്ഞപ്പോൾ മുതൽ അത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ലൈസൻസിനായി പരിശ്രമിച്ചു. കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ളതുകൊണ്ട് ലൈസൻസ് അന്ന് വ്യാപകമായി തന്നെ അനുവദിക്കുന്നുണ്ടായിരുന്നു. ആ ഒപ്പമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അനുവദിച്ച് കിട്ടുകയും ചെയ്തു. നല്ലൊരു തുക ചെലവ് വന്നു എന്ന് മാത്രം. എന്നാലും ലൈസൻസ് അനുവദിച്ചു കിട്ടി. ഒരു ജർമ്മൻ മെയ്ഡ് ഇരട്ടക്കുഴൽ തിരത്തോക്കും വാങ്ങി. ഇന്നത്തേതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാലമായിരുന്നു അത് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. കാട്ടുമൃഗങ്ങളെ പിടിക്കുന്നതിനും ഭക്ഷിക്കുന്നതിനും പ്രത്യേകം തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ വകയിൽ ആരും കേസെടുക്കാറുമില്ലായിരുന്നു. ആരും അത് അന്വേഷിച്ചു വരാറുമില്ലായിരുന്നു. ലൈസൻസ് ഉള്ള തോക്കുള്ളതുകൊണ്ട് അപ്പച്ചൻ ചിലപ്പോഴൊക്കെ നായാട്ടിനായി കാട്ടിൽ പോകാറുണ്ട്. പോയാൽ മിക്കവാറും എന്തെങ്കിലും കിട്ടും. ചെറുതോ വലുതോ ആയിട്ട് എന്തെങ്കിലും ആയിരിക്കും എന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പച്ചൻ്റെ കൂടെ വെടിക്ക് പോകാറുള്ള നരിമറ്റത്തിൽ മാമച്ചൻ അന്ന് കടയിൽ കുറച്ച് റബ്ബർ ഷീറ്റുകളും കൊണ്ടുവന്നത് തൂക്കിയെടുത്ത് പണം കൊടുത്താലും കൂട്ടുകാരൊക്കെ വന്നാൽ കുറച്ചു നേരം ഇരുന്ന് വർത്തമാനം പറയും. എടോ, കാട്ടിൽ പോയി നോക്കിയാൽ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ മഴയായിരിക്കില്ലേ? പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ശരിയാ, നമുക്കൊന്ന് പോയി നോക്കാം. അടിക്കാടെല്ലാം തെളിഞ്ഞു കിടക്കുകയാണ്. രാത്രിയും പകലുമായി ഒരു ട്രിപ്പ് പോകാം. ഒരാളെയും കൂടെ കൂട്ടാം. അത് നല്ല ഐഡിയയാണ്. എന്നാൽ നാളെ തന്നെ അങ്ങ് പോയേക്കാം. ഞാൻ തൻ്റെ വീട്ടിലെത്തിയേക്കാം. അവിടുന്ന് നമുക്ക് നടക്കാം. വണ്ടി അവിടെ കൊണ്ടിടാം. അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ പിന്നെ വൈകുന്നേരത്തെ കാപ്പി അവിടുന്ന് കുടിക്കാം. ഞാനത് അവിടെ കരുതിയേക്കാം. താൻ ആ കണക്കിന് പോരെ. സാറാമ്മയ്ക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല ഈ നായാട്ടിന് പോക്ക്. പ്രധാന കാരണം സാറാമ്മയുടെ പേടി തന്നെയാണ്. അവരുടെ വീട്ടിലാരും നായാട്ടിന് പോവുകയോ തോക്ക് കയ്യിലെടുക്കുകയോ പോലും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ആ സാധനത്തിനോട് അവർക്ക് വല്ലാത്ത ഭയവുമാണ്. അങ്ങനെയാണ് സാറാമ്മ തോക്കിനെ പറയാറുള്ളത്. എന്തെങ്കിലും അപകടമുണ്ടാകുമെന്നൊരു ചിന്തയാണ് എപ്പോഴും സാറാമ്മയ്ക്ക്. അതുകൊണ്ടാണ് അപ്പച്ചൻ തോക്കുമായി കാട്ടിൽ പോകുന്നത് സാറാമ്മയ്ക്ക് വിഷമം. എന്തായാലും അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു വിനോദം ഈ നായാട്ടിന് പോക്കാണ്. ആ വിവരം അറിയാവുന്നതുകൊണ്ട് സാറാമ്മ അതിൽ തടസ്സം നിൽക്കാറില്ല. നിർബന്ധിച്ചു പറഞ്ഞ് ആ വിനോദം അങ്ങ് നിർത്തി സ്ഥിരം വല്ല മദ്യപാനമോ മറ്റോ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ താൻ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് ഈ ചെറിയ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് സാറാമ്മ അങ്ങ് തീരുമാനിച്ചു. സാറാമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ലെന്ന വിവരം അപ്പച്ചനും അറിയാം. എന്നാലും അയാൾക്ക് നായാട്ട് ഭയങ്കര പ്രിയമാണ്. മനസ്സുകൊണ്ടിഷ്ടമല്ലെങ്കിലും സാറാമ്മ സമ്മതിക്കാറാണ് പതിവ്. സാറാമ്മയുടെ സമ്മതത്തോടെ മാത്രം ഏത് കാര്യത്തിനും ഇറങ്ങുന്നതാണ് അപ്പച്ചനും ഇഷ്ടം. അത് അറിഞ്ഞു തന്നെ സാറാമ്മ പ്രവർത്തിക്കുകയും ചെയ്യും. പിറ്റേ ദിവസം തോക്കുമായി അപ്പച്ചൻ നായാട്ടിന് പോയി. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. വൈകുന്നേരത്തെ കാപ്പികുടിക്ക് മുമ്പേ തന്നെ അപ്പച്ചൻ മാമച്ചൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് കുറച്ചു ദൂരം നടന്ന് നായിക്കയം എന്ന സ്ഥലത്ത് മുതലാണ് വനം തുടങ്ങുന്നത്. വൈകിട്ടത്തെ കാപ്പികുടി കഴിഞ്ഞു
വെറും കാപ്പി മാത്രമല്ല, വൈകുന്നേരത്തെ പുഴുക്കും പച്ചമീൻ കറിയുമാണ് വയറ് നിറച്ചു കഴിച്ചത്. എന്നിട്ട് 5 മണിയോടുകൂടി അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആവശ്യത്തിന് ലൈറ്റും ബാറ്ററി പെട്ടിയും എടുത്തു. രാത്രി വെടിക്ക് ഹെഡ്ലൈറ്റ് നിർബന്ധമാണ്. മിക്കവാറും 6 ബാറ്ററിയുടേതായിരിക്കും ഹെഡ്ലൈറ്റ്. പിന്നെ രാത്രിക്കും രാവിലെയും കഴിക്കാൻ റൊട്ടിയും പഴവും പൊതിഞ്ഞെടുത്തുകൊണ്ടാണ് അവർ പുറപ്പെട്ടത്. സഹായത്തിന് രാമൻ എന്ന ആദിവാസിയും ഉണ്ടായിരുന്നു. കറുത്ത പക്കം പകുതിയായതുകൊണ്ട് ഏതാണ്ട് രാത്രി 12 മണി വരെ ഇരുട്ട് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നിലാവുദിക്കും. അത്രയും സമയം ലൈറ്റ് കെട്ടി അവർ തിരഞ്ഞെങ്കിലും ഒരു കൂരനെ അല്ലാതെ ഒന്നിനെയും അവർക്ക് കിട്ടിയില്ല. കൂരൻ എന്നത് മാൻവർഗത്തിലുള്ള ചെറിയ ഒരു ജീവിയാണ്. 2-3 കിലോ വരെ തൂക്കം കാണും. 12 മണി കഴിഞ്ഞപ്പോൾ തിരച്ചിലൊക്കെ നിർത്തി അവർ ഒരു പാറപ്പുറത്ത് കയറി കിടന്നുറങ്ങി. കാട്ടിൽ പ്രഭാതമായി. പക്ഷികളും മൃഗങ്ങളുമെല്ലാം ഒരു പ്രഭാതത്തെ വരവേൽക്കുന്നതിൻ്റെ ആരവം മൂലം വനം ശബ്ദമുഖരിതമായി. ഈ കാനന ഭംഗി ഒന്നും ഒരു നായാട്ടുകാരൻ്റെ മനസ്സിനെ സ്വാധീനിക്കുകയില്ല. അടുത്ത ഇരയെ തേടിയിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് അപ്പച്ചനും മാമച്ചനും രാമനും. അതിരാവിലെയാണ് കുറച്ച് മൃഗങ്ങളെ കിട്ടാൻ ഏറ്റവും സൗകര്യം എന്ന് വെടിക്കാർക്കറിയാം. രാവിലെ വിശപ്പ് മാറ്റാനുള്ള തത്രപ്പാടിൽ മൃഗങ്ങൾ ശത്രുക്കളെപ്പറ്റി അങ്ങനെ ചിന്തിക്കുകയില്ല. നായാട്ടിന് വരുന്നവർ സ്ഥിരമായി തങ്ങുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ അടുപ്പ് ഉണ്ടായിരുന്നു. കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങൾ ഇവർ കൊണ്ടുപോയിരുന്നു. രാമൻ കാപ്പി ഉണ്ടാക്കി കൊണ്ടുപോയിരുന്ന ബ്രെഡും പഴവും കഴിച്ചു. ഒട്ടും വൈകാതെ ലോഡ് ചെയ്ത തോക്കുകളുമായി മാമച്ചനും അപ്പച്ചനും മുൻപേയും രാമൻ സാധനങ്ങളുമായി പുറകെയും നടന്നു തുടങ്ങി. മൃഗങ്ങളെ കുറെ കണ്ടെങ്കിലും ഒന്നിനെയും ഫയറിംഗ് റേഞ്ചിൽ കിട്ടിയില്ല. പ്രതീക്ഷയുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊന്നും ഒരു രക്ഷയും ഉണ്ടായില്ല. നായാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ ഒരു മൃഗത്തിനെ പോലും കാണാതെ തിരിച്ചു പോരേണ്ടി വരികയും ചെയ്യാറുണ്ട്. പോകാൻ കരുതിയ അത്രയും സ്ഥലം നോക്കിക്കഴിഞ്ഞിരുന്നതിനാൽ മടങ്ങിയാലോ എന്ന് തോന്നി. ഒന്നിനെയും കിട്ടാത്തതുകൊണ്ട് ഒരു മടുപ്പും ബാധിച്ചു. തിരിച്ചു പോയാലോ മാമച്ച? കാര്യമായ ഒന്നും കിട്ടിയില്ലല്ലോ. ഏതായാലും പുഴക്കരയിലെ ചെളിയുള്ള സ്ഥലത്ത് വരെ പോകാം, അവിടുന്ന് തിരിക്കാം എന്ന് അവർ പതിയെ പറഞ്ഞു. ചെളിയുള്ള സ്ഥലമെന്ന് പറഞ്ഞത് ശരിക്കും ഒരു ചെളിക്കുളമാണ്. പന്നികൾ മിക്കവാറും സമയത്തും അവിടെ കൂട്ടമായി കാണും. ചെളിയിൽ കിടക്കുക കാട്ടുപന്നികളുടെ ഇഷ്ടവിനോദമാണ്. അതുകൊണ്ടാണ് മാമച്ചൻ പറഞ്ഞത് അവിടെ വരെ പോയിട്ട് തിരിച്ചു പോകാം എന്ന്. അവസാന പ്രതീക്ഷയാണത്. അതുകൂടി നോക്കിയിട്ട് ഒന്നുമില്ലെങ്കിൽ പിന്നെ നിന്നിട്ട് കാര്യമില്ല എന്ന് മാമച്ചനും നന്നായി അറിയാം. ചെളിക്കുളത്തിനു ചുറ്റും സമൃദ്ധമായി കുറിഞ്ഞിച്ചെടികൾ വളർന്നു നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കാട്ടുപന്നികളുടെ ചെളിയിൽ കുളിക്കലിന് ഒരു വന്യമായ സ്വകാര്യത ലഭിച്ചിരുന്നു. കുറിഞ്ഞിച്ചെടികൾക്കിടയിലൂടെ ചെളിയിൽ കിടക്കുന്ന പന്നികളെ കാണാൻ സാധിക്കുകയും ചെയ്യും. അല്പം കുനിഞ്ഞ് മെല്ലെ നടന്നു പോകാൻ കഴിയുന്ന ഒറ്റയടി പാതകൾ ചെളിക്കുളത്തിന് ഇരുവശത്തുമായി ഉണ്ട്. 2 വശങ്ങളിലും കൂടി ഓരോരുത്തർ തോക്കുമായി പോകാൻ ആംഗ്യഭാഷയിൽ പരസ്പരം പറഞ്ഞതിന് പ്രകാരം മാമച്ചൻ കിഴക്ക് വശത്തുകൂടിയും അപ്പച്ചനും രാമനും പടിഞ്ഞാറ് വശത്തുകൂടിയും മെല്ലെ നടന്നു തുടങ്ങി. കഷ്ടിച്ച് 100 മീറ്റർ നടന്നപ്പോൾ കുളത്തിൽ കിടക്കുന്ന കാട്ടുപന്നിയെ കണ്ടു. അപ്പോഴേക്കും ആ വന്യജീവി മനുഷ്യ സാന്നിധ്യം അറിഞ്ഞ് ചെളിയിൽ നിന്നും ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. സെക്കൻഡുകൾക്കകം മാമച്ചൻ്റെ തോക്കിൽ നിന്നും വെടി പൊട്ടി. വെടികൊണ്ട കാട്ടുപന്നി
അപ്പച്ചനും മറ്റും നിൽക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞ് വെച്ചു പിടിച്ചു. അപ്പച്ചൻ ഒരു ചീനിമരത്തിൻ്റെ അരികിലായി നിന്നുകൊണ്ട് ഉന്നം പിടിക്കുകയായിരുന്നു. പുറകിൽ വലിയൊരു കല്ലും ഉണ്ടായിരുന്നു. പിന്നിലേക്ക് മാറാനോ രക്ഷപ്പെടാനോ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പച്ചൻ്റെ നിൽപ്പ്. വളരെ പെട്ടെന്ന് കുറിഞ്ഞിച്ചെടികൾ തകർത്തുകൊണ്ട് മുന്നോട്ട് ഓടി വന്ന ഒറ്റയാൻ പന്നി അപ്പച്ചൻ്റെ ഇടതു തുടയിൽ തേറ്റ കൊണ്ട് ആഞ്ഞു കുത്തി. ഒന്ന് പൊക്കി കീറിയതിന് ശേഷം കുടഞ്ഞിട്ട് അതുപോലെ തന്നെ മുന്നോട്ട് ഓടി. അത്രയും പരുക്ക് പറ്റിയിട്ടും ആ നിന്ന നിൽപ്പിൽ വലതുകാലിൽ ഉറച്ചു നിന്ന് അപ്പച്ചൻ വെടിവെച്ചു. അത് പന്നിയുടെ തലയ്ക്ക് തന്നെയാണ് കൊണ്ടത്. അത് മുന്നോട്ട് ഒന്ന് കുത്തിമറിഞ്ഞ് വീഴുകയും ചെയ്തു. അപ്പച്ചൻ താഴേക്ക് ഇരുന്നു പോയി. കാലിൽ നിന്നും കുടുകുടാ ചോര ഒഴുകിക്കൊണ്ടിരുന്നു. കത്തികൊണ്ട് കീറിയതുപോലെ ഒരു 10 തുന്നിക്കെട്ടിനുള്ള നീളം കീറിപ്പോയി. ഭാഗ്യം, എല്ലിനൊന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. രാമൻ പെട്ടെന്ന് തന്നെ എന്തോ പച്ചമരുന്ന് പറിച്ച് തിരുമ്മി കൊണ്ടുവന്ന് മുറിവ് ചേർത്ത് വച്ച് അതിൽ പുരട്ടിയതിന് ശേഷം മുണ്ട് കീറി കാൽ വലിച്ചു കെട്ടി കാലുയർത്തി വെച്ച് അവിടെ തന്നെ കുറേ സമയം ഇരുന്നു. രാമൻ്റെ കൂട്ടത്തിൽ നിന്നും കുറേ പേർ തേനിനു വേണ്ടി കാട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അവർ ആരെങ്കിലും അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷയാകുമല്ലോ എന്ന് വിചാരിച്ച് രാമൻ ഒരു പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കി. ഭാഗ്യമെന്നേ പറയണ്ടു. അതിന് പ്രതിധ്വനി എന്ന പോലെ മറുപടി ശബ്ദം ഉണ്ടായി. വീണ്ടും ഒരു തവണ കൂടി അതേ ശബ്ദമുണ്ടാക്കി കഴിഞ്ഞ് രാമൻ പറഞ്ഞു, അവന്മാരിവിടെ അടുത്തുണ്ട്, ഇപ്പോൾ വരും. അതിനുള്ള സൂചനയാണ് ഇത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ 3 പേരും രാമൻ്റെ അടുത്തെത്തി. മുറിവേറ്റിരിക്കുന്ന അപ്പച്ചനെയും വീണുകിടക്കുന്ന കാട്ടുപന്നിയെയും കണ്ടു. രണ്ടും ഒന്ന് നോക്കിയതിനു ശേഷം അവർ രാമൻ്റെ അടുത്തേക്ക് പോയി. രാമൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ തയ്യാറാണ്. 3 പേരിൽ 2 പേരോട് പന്നിയെ കെട്ടിത്തൂക്കി കുടിയിലെത്തിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് മാമച്ചൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. 3-മനോട് സാധനങ്ങളെല്ലാം എടുക്കാനും പറഞ്ഞു. രാമനും മാമച്ചനും കൂടി 2 വശത്തു നിന്നും തോളിൽ പിടിച്ച് നടത്തിക്കൊണ്ട് അപ്പച്ചനെ കാടിന് പുറത്തിറക്കാനുള്ള പരിശ്രമം തുടങ്ങി. പച്ചമരുന്നിൻ്റെ ഗുണം കൊണ്ട് ചോര വരുന്നത് പൂർണ്ണമായി നിന്നിരുന്നു. നടന്നിട്ടും പിന്നീട് ചോര വന്നില്ല. അവരുടെ സഹായം കൊണ്ട് വളരെ പതിയെ നടന്ന് വൈകുന്നേരമായപ്പോഴേക്കും അപ്പച്ചനും കൂട്ടരും മാമച്ചൻ്റെ വീട്ടിലെത്തി. പന്നിയുടെ കാര്യം കൈകാര്യം ചെയ്യാൻ രാമനെ ഏൽപ്പിച്ചു. അവരത് വൃത്തിയാക്കി 2 വീടുകളിലും എത്തിച്ചുകൊള്ളും. മാമച്ചൻ നല്ലൊരു ഡ്രൈവറാണ്. അതുകൊണ്ട് മാമച്ചനെ കൊണ്ട് തൻ്റെ ജീപ്പ് ഓടിപ്പിക്കുന്നതിൽ അപ്പച്ചന് ഒരു പരാതിയുമില്ല. ജീപ്പിൻ്റെ താക്കോൽ വെച്ചിരിക്കുന്ന സ്ഥലം മാമച്ചനോട് പറഞ്ഞു. അയാൾ പോയി ജീപ്പ് എടുത്തു കൊണ്ടുവന്നു. ജീപ്പിൽ അപ്പച്ചനെ കിടത്തി. എങ്ങനെയുണ്ട്? വേദനയുണ്ടോടാ? മുടിഞ്ഞ വേദനയാടാ. എല്ലെല്ലാം തകർന്നു പോയെന്നാ തോന്നുന്നത്. ഒന്ന് വേഗം പോടാ, ചാകുന്നതിന് മുൻപ് ആശുപത്രിയിലെത്തണം. മാമച്ചൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി വേഗതയിൽ വണ്ടി ആശുപത്രിയിലേക്ക് വിട്ടു. അപ്പച്ചന് പറഞ്ഞതുപോലെ വല്ലതും സംഭവിക്കുമോ? അതോ വെറും മുറിവ് മാത്രമേ ഉള്ളോ? ചതവും മുറിവും കൂടി ആയിരിക്കും. മുടിഞ്ഞ വേദനയുമായിരിക്കും. അത്രയുമേ കാണുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം. ബാക്കി വിവരം അടുത്ത ഭാഗത്തിൽ അറിയുകയും ചെയ്യാം. പരിമിതമായ അറിവും പരിചയവുമൊക്കെ വെച്ച് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുന്നതാണേ. കുറവുകളൊക്കെ കാണും. ക്ഷമിക്കുമെന്ന് കരുതുന്നു. കുറവുകൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചേക്കണേ. നിർദ്ദേശങ്ങളും ആകാം. ലൈക്കും ഷെയറുമൊക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു.
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.